കേരളം മുങ്ങിപ്പോയ ഒരു മഹാപ്രളയമായിരുന്നു. അതിനെപ്പറ്റി ഒരു കഥയില്ല. തകഴി ശിവചന്ദ്ര പിള്ളയുടെ ഒരു ചെറുകഥ. നാടകത്തിലേക്കുള്ള വരവെന്ന് പറയുന്നത് നമുക്ക് ഈ ജൂലൈ 30-ന് ശേഷം ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നല്ലോ. ഇവരുടെ കുട്ടികളുടേതാണെങ്കിലും അധ്യാപകരുടേതാണെങ്കിലും ഇവരുടെ രക്ഷിതാക്കളുടേതാണെങ്കിലും ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ വിദ്യാലയത്തിൽ ക്യാമ്പ് ചെയ്താണ് ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു മീറ്റിങ്ങിൽ നമ്മുടെ DG ഷാനവാസ് സാറ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. നമ്മുടെ ഈ കുട്ടികളെയൊക്കെ മേളകളിൽ പങ്കെടുപ്പിക്കണം, എല്ലാ മേളകളിലും. അങ്ങനെ നാടകം രൂപപ്പെട്ടു. വെള്ളാർമല സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ഉണ്ണിമാഷ്, പ്രധാന അധ്യാപകനായിട്ടുള്ള ഉണ്ണിമാഷിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം വളരെ കാലമായിട്ട് അറിയാവുന്ന ആളാണ്, 10-20 വർഷമായിട്ട് അറിയാം. അപ്പം ഞാൻ 3-4 വർഷം അവിടെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് 8-9 വർഷം മുൻപാണ് ഒരു സംസ്ഥാന തലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് അത്. അപ്പോൾ അതിനുശേഷം ഈ നിരന്തരമായിട്ട് ഉണ്ണിമാഷ് എന്നെ ഇങ്ങനെ വിളിക്കും, നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ എനിക്കങ്ങനെ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ദുരന്തം നടക്കുന്നതിന് മുമ്പത്തെ വർഷവും എന്നെ വിളിച്ചു, ചെല്ലാമെന്ന് പറഞ്ഞു. മറ്റു തലത്തിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയാകുമ്പോഴാണ് ഉണ്ണിമാഷ് പറയുന്നത്, ഈ വർഷം എന്തായാലും നമുക്കൊരു നാടകം ചെയ്യാം. കുട്ടികൾക്ക് താല്പര്യമില്ല ഇതിലേക്ക് വരാൻ. ഞാൻ ക്ലാസ്സുകളിലൊക്കെ ചെന്ന് മക്കളെ ഇങ്ങനെയാണ്, ഇതിൻ്റെ വേദി വളരെ വലുതാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല, അങ്ങനെ പറഞ്ഞ് മാറ്റി ഇവരെ ഈ ത്രടം വരെ എത്തിക്കുക. കുട്ടികളെ ആദ്യം നാടകം ചെയ്യാവുന്ന ചെല്ലുമ്പോൾ ഒരു 32ഓളം കുട്ടികൾ മരിച്ചു പോയി ഇത് ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ടത്. അതിനുശേഷം ഒരു 40ഓളം കുട്ടികൾ TC വാങ്ങിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ നാടകം കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ശരത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരു മാനസികാവസ്ഥയിലാണ്. ഒരു സങ്കടമുള്ള മ്യൂസിക് കേൾക്കാൻ പറ്റില്ല, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനെ ഒരു ഫ്രഷാക്കി എടുക്കുക, ഇവരെ ഒന്ന് മൈൻഡ് ഓക്കെ ആക്കി എടുക്കാനുള്ള ശ്രമമാണ് ആദ്യം ചെയ്തത്. അതാണ് പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. നാടകത്തിലേക്ക് വളരെ താമസിച്ചാണ് കടന്നിട്ടുള്ളത്. ആദ്യം ഇവർക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യില്ല, പരസ്പരം ആൺകുട്ടികളും പെൺകുട്ടികളും ടച്ച് ചെയ്യില്ല, അവർ മാറിയിക്കുക, അല്ലെങ്കിൽ ചില സാധനങ്ങൾ ഉണ്ടാക്കായിരുന്നു. ഈ ഒരു കുറച്ച് ഗെയിം രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. ഇവർ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു, ഇവർ പരസ്പരം ഇമോഷൻസ് ഷെയർ ചെയ്യുന്നു. ഇവർ അങ്ങനെയാണോ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, എടാ അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, അല്ല നീ അതിന് അങ്ങനെയും ചെയ്തു നോക്കിയേ. അവരവരുടേതായ സജഷൻസ് പറയുന്നു, അവരുടെ ഇടയിൽ കാര്യങ്ങളെ വളരെ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. വേറൊരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. കാരണം ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് വീണ്ടും ദുരന്തം പറയുക എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകാനല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ കുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ തന്നെ പറഞ്ഞു, അത് പറയണം, ഞങ്ങൾക്കത് പറഞ്ഞാൽ കൊള്ളാം, അങ്ങനെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ ഒരു 90 വർഷം മുമ്പ് എഴുതിയൊരു ചെറുകഥയാണ്. എപ്പോഴും പ്രസക്തമെന്നുള്ളതാണ്. മുൻ പരിചയമില്ല, ഒരു മത്സരത്തിൻ്റെ യാതൊരു ഭാരവും ഓർക്കില്ല. ഈ സബ് ജില്ലയിൽ നാടകം കളിക്കാൻ പോകുമ്പോഴും ജില്ലയിൽ നാടകം കളിക്കാൻ പോകുമ്പോൾ നാടകം കഴിഞ്ഞ ഉടനെ ബാഗ് എടുത്തിട്ട് പോകാം, ഇതിന് പ്രൈസ് ഉണ്ടെന്നോ മത്സരം ഉണ്ടെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നു. അപ്പോൾ അത്തരം നിഷ്കളങ്കരായ വളരെ രസമുള്ള കുട്ടികളാണ്. ഇത് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഒരു സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവരിപ്പോൾ വാങ്ങി എല്ലാവരും ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, വല്ലാതെ ആഹ്ലാദിക്കുന്നുണ്ട്. ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവർക്കുണ്ടായൊരു കരുത്ത്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നൊരു കാര്യം,
ചോദിച്ചൊരു ചോദ്യം, ഞാൻ വിളിച്ചു ഏത് ഡയലോഗാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ നാടകത്തിൻ്റെ അവസാനം അത് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ തിരിച്ചു കിട്ടുമോ, പഴയ പടി ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ. ഞങ്ങളുടെ സ്കൂൾ തിരിച്ചു കിട്ടുമോ മാഷേ? ഈ നാടകത്തിൽ തന്നെ ചേന്തനായിട്ട് പിന്നെ പട്ടിക്കുട്ടി, ചേന്തൻ്റെ പട്ടിക്കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടി ഈ ഇതിൻ്റെ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ പ്രധാന കാരണം കൂടെ അതാണ് നാടകം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാൻ പറ്റുമോ? കാരണം 3 പട്ടി ഉണ്ടായിരുന്നു അവന്, സ്നേഹിച്ചു വളർത്തി 3 പട്ടി ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ 2 പോയി. ഏറ്റവും ഇഷ്ടമുള്ളൊരു പട്ടി ഉണ്ടായിരുന്നു. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ 2 കൂടെ ആവശ്യമായി പോയി. പട്ടിക്കുട്ടി നഷ്ടപ്പെട്ടു പോയി. അച്ഛനാണ് ആയിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛനായിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടീനെ അച്ഛനാണ് വലിച്ച് പൊക്കിയെടുക്കുന്നത്. ഇവർ മുങ്ങിപ്പോയ ആളെ പൊക്കിയെടുക്കുന്ന അച്ഛനാണ്, പക്ഷെ പട്ടി ഒഴുകിപ്പോയി. അതുകൊണ്ട് തന്നെ ആ കുട്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്കതിൻ്റെ ആക്ട് ചെയ്ത് പറഞ്ഞു കാണിച്ചു ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് പട്ടിയുടെ മാനറിസം ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ പേര് അമൽജിത്ത്. പട്ടീൻ്റെ പൊസിഷൻ അതൊക്കെ ഞാൻ ഓരോ ദിവസം നോക്കി ഇങ്ങനെ പഠിച്ച് അങ്ങനെ ഈ നിലയിലെത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം സ്കൂളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിരുന്നത്. ഓരോരോ സീന് വരെ സാറ് പറയുന്നുണ്ടായിരുന്നത് ഇത് ചെയ്യണം, ഇത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നാടകം തന്നെ നമുക്ക് വേണ്ടാന്ന് വെക്കാന്നാണ്. പക്ഷെ ഞങ്ങളത് വേണ്ടാന്ന് വെക്കാൻ തയ്യാറുമല്ല. ഞങ്ങളെ അതിജീവനം പുറത്തുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാടകം ചെയ്യുന്നത്. ആ 2 പട്ടി ഉണ്ടായി. അവരുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കുമായിരുന്നു. അവരൊക്കെ ഒലിച്ചു പോയില്ലേ.